60 വർഷം മുമ്പുള്ള കല്യാണ നാളുകൾ. മിക്കവാറും കല്യാണങ്ങൾ നടക്കുക രാത്രിയിലാണ്. അന്ന് ഇന്നത്തെ പോലെ ബിരിയാണിയൊന്നും പ്രചാരത്തിൽ വന്നിരുന്നില്ല. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരാൾ മുട്ടത്ത് പോയി കല്യാണത്തിൽ പങ്കെടുത്ത് തിരിച്ചു വന്നതിനെപ്പറ്റി ഒരു കഥയുണ്ട്. അവിടെ അയാൾ പോയി നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം ചില സുഹൃത്തുക്കളോട് പറഞ്ഞു, ഇന്നലെ കല്യാണ രാത്രിയിൽ ആഹാരമായി കിട്ടിയത് നെയ്ച്ചോറും പോത്തിറച്ചിയും കൂട്ടിപ്പിരക്കിയതാണ്. പിരക്കിയത് എന്നത് ഗ്രാമീണം. അയാൾ പറഞ്ഞത് അന്ന് ബിരിയാണി കഴിച്ചതിനെ പറ്റിയാണ്. അതായിരുന്നു അന്ന് ബിരിയാണിയെ പറ്റിയുള്ള ബോധം. ഞാനിവിടെ നിങ്ങളോടിന്ന് സംസാരിക്കുമ്പോൾ പഴയങ്ങാടിയിലെ ഒരു കല്യാണത്തെ മുൻനിർത്തിയാണ് തുടങ്ങുന്നത്. ഒരു കല്യാണം. അന്നത്തെ കല്യാണത്തിന് പ്രധാനമായ ഭക്ഷണ വിഭവം എന്ന് പറയുന്നത് നെയ്ച്ചോറും പരിപ്പും ബീഫ് വരട്ടിയതുമാണ്. നെയ്ച്ചോറും പരിപ്പും അന്നും ഇന്നും എനിക്ക് ഇഷ്ടമാണ്. നല്ല കോമ്പിനേഷൻ ആണ് എന്നാണ് തോന്നുന്നത്. പക്ഷേ ചില വീടുകളിൽ കല്യാണത്തിന് ഈ പറയപ്പെടുന്ന നെയ്ച്ചോറോ ബിരിയാണിയോ ഒന്നും ഉണ്ടാവില്ല. അതിന് പകരം പലഹാരമാണ് ഉണ്ടാവുക. പലഹാരം എന്ന് പറഞ്ഞാൽ 2 ചെറിയ കേക്ക്, 2 പഴം, 2 കുഴലപ്പം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ചെറിയ അപ്പം. അത് 2 എണ്ണം ആയിരിക്കും. അതാണ് ഒരു പ്ലേറ്റിലുണ്ടാവുക. 2 പേർ ഒന്നിച്ച് ഒരു പ്ലേറ്റിൽ നിന്ന് കഴിക്കണം എന്ന് പറഞ്ഞാൽ ഒരു പ്ലേറ്റിൽ 2 പേർ അത് കഴിക്കണം. അവിടെയാണ് ഒരു കല്യാണം. ആ കല്യാണത്തിന് നമ്മുടെ കഥാപാത്രമായ അഞ്ചക്കായി വന്നു. അയാൾ ഒരു കസേരയിലിരുന്നു. തൊട്ടടുത്ത് ഒരാൾ കൂടി ഇരിക്കണം. അന്ന് അയാളുടെ കൂടെ ഇരിക്കാൻ വന്നത് പഴയങ്ങാടിയിലെ രസിക ശിരോമണിയായ എൻ്റെ ബന്ധു കൂടിയായ മാമുക്കാക്കയാണ്. 2 പേരും ഒന്നിച്ചിരുന്നു. എന്നിട്ട് ഈ പറയപ്പെടുന്ന പ്ലേറ്റിൽ നിന്ന് അവർക്ക് ആഹാരമായ പലഹാരം അവർ കഴിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അഞ്ചക്കായി ആദ്യം ഒരു പഴമെടുത്തത്. വീണ്ടും രണ്ടാമതും അഞ്ചക്കായി പഴമെടുത്തു. അപ്പോൾ മാമുക്കാക്ക അയാളുടെ കൈ കടന്നു പിടിച്ചു. ഒരർത്ഥത്തിൽ കൈക്ക് പൂട്ടിട്ടു. എന്നിട്ട് പറഞ്ഞു, ഫൗൾ, അവിടെ വെക്കൂ. എന്താണ് രണ്ടാമത്തേതും എടുക്കുന്നത്? നിങ്ങൾക്കൊന്നല്ലേ, രണ്ടാമത്തേത് എൻ്റെതാണ്, അവിടെ വെക്കൂ എന്ന് പറഞ്ഞത്. ആ അഞ്ചക്കായി ഒരു ദിവസം പഴയങ്ങാടി റെയിൽവേ അണ്ടർ ബ്രിഡ്ജിലൂടെ നടന്നു പോവുകയാണ്. അപ്പോൾ അയാളുടെ മുമ്പിൽ ഒരു വിശിഷ്ടനായ മതപണ്ഡിതൻ പെട്ടു. അദ്ദേഹത്തിൻ്റെ പേര് മൗലാന അബ്ദുല്ല സാഹിബ് എന്നായിരുന്നു. അദ്ദേഹം അഹമ്മദിയ മിഷനറി ആയിരുന്നു, അഹമ്മദിയ പ്രചാരകൻ, തെന്നിന്ത്യയിലെ മുഴുവൻ പ്രചാരകൻ. വല്ലപ്പോഴുമാണ് നാട്ടിലുണ്ടാവുക. നാട്ടിലുള്ള ദിവസങ്ങളിൽ ഒരു സഞ്ചിയും തൂക്കി അദ്ദേഹം ബജാറിലേക്ക് വരും. അങ്ങനെ ഒരു സന്ദർഭമായിരുന്നു അത്. ഈ മഹാപണ്ഡിതനെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതുണ്ട്. അദ്ദേഹം വളരെ പ്രഗത്ഭനായ ഒരു വാഗ്മിയായിരുന്നു, ഒരു എഴുത്തുകാരനായിരുന്നു. അതോടൊപ്പം തന്നെ വലിയ
പ്രതിഭ എന്ന് തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. നമുക്ക് വാഗ്ഭടാനന്ദനെ പോലെ, പാമ്പൻ മാധവനെ പോലെ, അതേപോലെ തന്നെ നമുക്ക് അങ്ങനെയുള്ള വലിയ വാഗ്മികളെപ്പോലെ ഒരാളായിരുന്നു അദ്ദേഹം. പി ഉമ്മർ കോയയെ പോലെ അങ്ങനെയായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഈ ക്ഷേത്രങ്ങളിലൊക്കെ ചെന്ന് സാംസ്കാരിക പ്രഭാഷണങ്ങൾ നടത്താറുണ്ടായിരുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെ സാംസ്കാരിക സമ്മേളനങ്ങളിലും അദ്ദേഹം പങ്കെടുക്കാറുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു വലിയ മനുഷ്യൻ. അദ്ദേഹത്തെ കണ്ടപ്പോൾ അഞ്ചക്കായി പിന്നാലെ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു. എന്നിട്ട് അഞ്ചക്കായി മൗലവി സാഹിബിൻ്റെ അല്ലെങ്കിൽ മൗലാന സാഹിബിൻ്റെ അടുത്ത് നിന്ന് ലോക്യം പറയുന്നത് പോലെ ഭാവിച്ച് സംസാരിക്കാൻ തുടങ്ങി. അബ്ദുല്ല സാഹിബ് തൻ്റെ കീശയിൽ നിന്ന് ഒരു നാലെണ്ണയുടെ കാശെടുത്ത് അഞ്ചക്കായിക്ക് കൊടുത്തു. അന്നത്തെ നാലെണ്ണ എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അന്ന് 8 രൂപക്ക് സ്വർണം കിട്ടുമായിരുന്നു. അങ്ങനെ മൗലവി സാഹിബ് മൗലാന സാഹിബ് അദ്ദേഹത്തിന് ഈ നാണയം കൊടുത്തു. എന്നിട്ട് മൗലാന സാഹിബ് അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല അഞ്ചക്കായി എത്ര നേരം ഒരു ദിവസം ഭക്ഷണം കഴിക്കും? അപ്പോഴാണ് അഞ്ചക്കായി മൗലവി സാഹിബിനോട് പറഞ്ഞത്, എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കാറില്ല. കല്യാണമുള്ള ദിവസങ്ങളിൽ, എവിടെയെങ്കിലും വീടുകളിൽ കല്യാണമുണ്ടെങ്കിൽ അന്ന് ഞാൻ വയറു നിറയെ ഭക്ഷിക്കും. അത് 2-3 ദിവസത്തേക്ക് സ്റ്റോർ ചെയ്യും. വല്ല വെള്ളവും ചായയും അങ്ങനെ എന്തെങ്കിലും കുടിക്കുകയല്ലാതെ 2-3 ദിവസം അടുത്ത കല്യാണം വരുന്നത് വരെ ഈ ഭക്ഷണം കഴിക്കാതെ ഞാനത് കല്യാണത്തിന് കിട്ടിയത് സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ചെറിയ കുട്ടിയായി ഞാൻ, ഒരു 10-12 വയസ്സ് പ്രായത്തിലുള്ള ഞാനിത് കേട്ടപ്പോൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു പോയി. പഴയങ്ങാടിയിൽ എല്ലാ ദിവസവും കല്യാണം വരണേ, അഞ്ചക്കായ്ക്ക് ഭക്ഷണം കിട്ടുമല്ലോ, അതുകൊണ്ട് കല്യാണം വരണമെന്ന് ആലോചിച്ചു പോയി. മൗലാന സാഹിബ് അപ്പോൾ തന്നെ അഞ്ചക്കായിയോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് യാത്ര പറഞ്ഞു. മൗലവി സാഹിബ് ഈ അഞ്ചക്കായിക്ക് ശാന്തിയും സമാധാനവും നേരുകയായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ ആലോചിച്ചു പോയി, കൊറോണക്കാലം, കല്യാണങ്ങൾ വളരെ പരിമിതം. വല്ലപ്പോഴും ഒരു കല്യാണം സംഭവിച്ചാൽ സംഭവിച്ചു. അവക്ക് പോലും വലിയ നിയന്ത്രണം. ഇത്ര പേരെ വരാൻ പറ്റൂ എന്ന് പറഞ്ഞത് കൊണ്ട് കുടുംബക്കാർ ക്ഷണിക്കുമ്പോൾ സ്വന്തം കുടുംബക്കാരെ മാത്രം കല്യാണത്തിന് വിളിക്കുന്ന വലിയ നിയന്ത്രിതമായ കല്യാണം. നമ്മുടെ അഞ്ചക്കായിയെ പോലെ ഉള്ളവർ എന്തു ചെയ്യും? ദൈവമേ, അത്തരക്കാരെ ഓർത്ത് നിൽക്കുമ്പോൾ, ദൈവമേ, ഈ കൊറോണ പോയി കിട്ടിയെങ്കിൽ